യു ടേൺ ഇന്ത്യ. യു ടേൺ ഇന്ത്യയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മറ്റൊരാൾക്ക് വേണ്ടി ഞാൻ എഴുതിയത്, പക്ഷേ പിന്നീട് എനിക്ക് തന്നെ പലവരും ആശ്വാസമായി തീർന്ന ഒരു ഗാനത്തിൻ്റെ പിറവി കഥ ഇന്ന് പറയാം. എഴുതി കഴിഞ്ഞ് അനേക വർഷങ്ങൾ അത് രഹസ്യമായി സ്വകാര്യമായി ഞാൻ വെച്ചിരുന്നു. ഒടുവിൽ എൻ്റെ മാതാവിൻ്റെ മൃതദേഹത്തിൻ്റെ സമീപത്ത് നിന്ന് ഞങ്ങളുടെ കുടുംബം പാടിയപ്പോൾ മാത്രമാണ് പുറം ലോകം ആദ്യമായി ഈ പാട്ട് കേട്ടത്. അതുകൊണ്ട് അമ്മയുടെ മരണവേളയിൽ ഞാൻ എഴുതിയതാണ് എന്നാണ് പലരും കരുതിയിരുന്നത്. സത്യത്തിൽ അതിനും ചില വർഷങ്ങൾക്ക് മുൻപാണ് ഇതെഴുതിയത്. എൻ്റെ അമ്മയുടെ സഹോദരിയും ഭർത്താവും അവർ പഞ്ചാബിൽ പലയിടങ്ങളിലും മിഷണറി പ്രവർത്തനം നടത്തി സഭകൾ സ്ഥാപിച്ചിട്ടുള്ള ഒരു സുവിശേഷക കുടുംബമായിരുന്നു. ആ കുടുംബത്തിൽ വളരെ അപ്രതീക്ഷിതമായി വളരെ ഗുരുതരമായ ഒരു സ്വകാര്യ ദുഃഖം ഉണ്ടായി. അതൊരു പ്രൈവറ്റ് സംഭവമായിരുന്നതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുവാൻ ഇപ്പോൾ തുനിയുന്നില്ല. ആ കുടുംബത്തെ സംബന്ധിച്ച് കരൾ പിളരുന്ന അതിതീവ്രമായ വേദനയായിരുന്നു അന്ന് ഉണ്ടായത്. ഉറ്റവരെന്ന് കരുതുന്ന, അങ്ങനെ കരുതിയ ചിലരുടെ പെരുമാറ്റം, സുവിശേഷകൻ എന്ന നിലയിൽ അന്നന്ന് വേണ്ടുന്ന ആഹാരം പോലും ഇല്ലാത്ത അവസ്ഥ, അവസാന നിമിഷം അനുഭവിക്കേണ്ടി വന്ന ഒരു വലിയ ചതി, ഇതൊക്കെ ആ കുടുംബത്തെ വല്ലാതെ തളർത്തിയ സംഭവം എൻ്റെ ഓർമ്മയിലുണ്ട്. എനിക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു കുടുംബമായിരുന്നതിനാൽ അവരുടെ ദുഃഖം എൻ്റെയും ദുഃഖമായിരുന്നു. ആ സമയത്ത് അവർക്ക് പാടി ആശ്വസിക്കാൻ വേണ്ടി എൻ്റെ ആൻറ്റിയുടെ ആവശ്യപ്രകാരം ഞാൻ എഴുതിയ ഒരു പാട്ടാണ് ഇത്. നീ മതി എന്നേശുവേ ഈ മരുഭൂയാത്രയിൽ കൂടെ നടന്നിടുവാൻ കണ്ണീർ തുടച്ചിടുവാൻ എന്നാരംഭിക്കുന്ന ഗാനമായിരുന്നു അത്. വർഷങ്ങൾ കഴിഞ്ഞ് എൻ്റെ അമ്മ മരിച്ചപ്പോൾ എനിക്ക് അതേ ഗാനം ആശ്വാസമായി മാറുകയായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടതിനും എഴുതാനുള്ള കൃപാവരം തിരിച്ചറിയുന്നതിനും തൊട്ട് ജീവിതത്തിലെ നിരവധി സംഭവങ്ങൾക്ക് കാരണക്കാരിയായിരുന്ന എന്നെ സംബന്ധിച്ച് അമ്മ, അങ്ങനെയുള്ള ആ അമ്മയുടെ അകാലത്തിലെ വേർപാട് എനിക്ക് താങ്ങാവുന്നതിലധികമായിരുന്നു. അപ്പോഴാണ് ഈ പാട്ട് വീണ്ടും ഓർമ്മയിലെത്തുന്നത്. കുടുംബമായി ഞങ്ങൾ സംസ്കാരവേളയിൽ ആ പാട്ട് പാടിയത്. ഉള്ളം കലങ്ങിടുമ്പോൾ, ഉറ്റവർ മാറിടുമ്പോൾ, ഉന്നത നന്ദനനെ ഉണ്ടെനിക്ക് ആശ്രയം നീ. മാറയിൽ മാധുര്യമായി, പാറയിൽ വെള്ളവുമായി, മാറ്റമില്ലാത്തവനായി മറ്റാരും ഇല്ലിതുപോൽ. ഈ വരികളൊക്കെ അന്ന് ഞങ്ങൾക്ക് ആശ്വാസമായി മാറുകയായിരുന്നു. പാട്ടിൻ്റെ ഔദ്യോഗിക പ്രകാശനം പിന്നെയും കുറേ വർഷങ്ങൾ കഴിഞ്ഞാണ് നടന്നത്. സാധാരണ ആദ്യകാലത്തെ എൻ്റെ പാട്ടുകളെല്ലാം ഗാനരചനയ്ക്ക് ശേഷം എൻ്റെ ഗുരുവായിരുന്ന ടി.കെ. സാമുവൽ സാറിനെ കാണിക്കാറുണ്ട്. അദ്ദേഹം വേണ്ട തിരുത്തലുകൾ വരുത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. ഈ പാട്ട് കേട്ടപ്പോൾ അദ്ദേഹം ഒരു പദം മാറ്റി പ്രയോഗിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. മാറയിൽ മാധുര്യമായി, പാറയിൽ വെള്ളവുമായി എന്നാണ് ഞാൻ എഴുതിയത്. എന്നാൽ വെള്ളത്തിന് പകരം പാറയിൽ പാനീയമായി, മാറയിൽ മാധുര്യമായി, പാറയിൽ പാനീയമായി എന്ന് പരീക്ഷിക്കാനായിരുന്നു ടി.കെ.എസിൻ്റെ താല്പര്യം. പ്രാസ ഭംഗിക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ നിർദ്ദേശം. എന്നാൽ അപ്പോഴേക്കും പാട്ട് കൈവിട്ടു പോയിരുന്നു. മലയാളത്തിൻ്റെ വാനമ്പാടി അങ്ങനെ അറിയപ്പെടുന്ന കെ.എസ്. ചിത്ര ഈ ഗാനം പാടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാനൊരു കാലത്ത് ആഗ്രഹിച്ചു. പക്ഷേ പണബാധ്യതയും മറ്റ് ചില സാങ്കേതിക തടസ്സങ്ങളും മൂലം അത് സാധിച്ചില്ല. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞ് ഇതേ ഗായിക ചിത്ര ഈ ഗാനം മനോരമ മ്യൂസിക്കിന് വേണ്ടി പാടാൻ സ്വയം നിർദ്ദേശിക്കുകയും ചെയ്തു. വളരെ മനോഹരമായി അവർ പാടിവെക്കുകയും ചെയ്തു. un
അവരുടെ ജീവിതത്തിൽ ഏതോ ചില സന്ദിഗ്ധ ഘട്ടങ്ങളിൽ ഈ ഗാനം ആശ്വാസം പകർന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്ക് മാത്രമല്ല, അനേകരുടെ ഹൃദയത്തിൽ ആശ്വാസത്തിൻ്റെ തേൻകണങ്ങളായി പതിക്കുവാൻ ദൈവം ഈ ഗാനത്തെയും ഉപയോഗിച്ചു. ദൈവത്തിന് സ്തോത്രം. തമിഴിലും അതുപോലെ ഹിന്ദിയിലും ആരൊക്കെയോ ഈ ഗാനം തർജ്ജമ ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ട്. മലയാളത്തിൽ ഈ പാട്ടിന് പല ഈണങ്ങൾ പലരും ചാർത്തി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒറിജിനൽ ഈണത്തിൽ ഈ പാട്ട് ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. കണ്ണീർ തുടച്ചിടുവാൻ
മാറായിൽ മാധുര്യമായി പാറയിൽ വെള്ളവുമായി മാറായിൽ മാധുര്യമായി പാറയിൽ വെള്ളവുമായി മാറ്റമില്ലാത്തവനാ മറ്റാരുമില്ലിതു എന്നേശുവേ ഈ മരുഭൂയാത്രയിൽ കൂടെ നടന്നിടുവാൻ കണ്ണീർ തുടച്ചിടുവാൻ അന്നു വേണ്ടുന്നതാ മന്ന തരുന്നവനായി അന്നു വേണ്ടുന്നതാ മന്ന തരുന്നവനായി അന്തികയുള്ളതിനാൽ അന്ത്യം വരെ എന്നേശുവേ ഈ മരുഭൂയാത്രയിൽ കൂടെ നടന്നിടുവാൻ കണ്ണീർ തുടച്ചിടുവാൻ കൂടെ നടന്നിടുവാൻ കണ്ണീർ തുടച്ചിടുവാൻ. ഇത്തരം സംഭവ കഥകൾ തുടർന്നും ലഭിക്കുവാൻ യു ടേൺ ഇന്ത്യ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉചിതമായിരിക്കും. യു ടേൺ ഇന്ത്യ.